ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി യു.ഡി.എഫ്. ആചാര ലംഘനം നടത്താൻ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കാനും സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രതിഷേധങ്ങളുടെ പേരിലെടുത്ത കേസുകൾ ഒഴിവാക്കാനും സർക്കാർ തയ്യാറാകുമോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിയുള്ള അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിമർശിച്ചു. അയ്യപ്പ സംഗമത്തിൽ യു.ഡി.എഫ്. പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ തന്ത്രപരമായ നിലപാടാണ് യു.ഡി.എഫ്. സ്വീകരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകുമെന്ന് സർക്കാർ വ്യക്തമാക്കുമ്പോഴും പ്രതിപക്ഷത്തിന്റെയും ബി.ജെ.പിയുടെയും എതിർപ്പ് തുടരുകയാണ്. കപട അയ്യപ്പ ഭക്തിയും രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇന്നും അദ്ദേഹം ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയില്ല. നേരത്തെ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന സൂചനകളാണ് അദ്ദേഹം നേരത്തെ നൽകിയിരുന്നത്. സർക്കാർ ഈ പ്രതിപക്ഷത്തിലെ ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷത്തിന് വലിയ സംശയങ്ങളുണ്ട്. രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടിയുള്ള ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള വർഗീയവാദികൾക്ക് അവസരമൊരുക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സംഘാടക സമിതി തന്റെ പേര് വച്ചത് അനുമതിയോടുകൂടി ആയിരുന്നില്ല, തന്നോട് ചോദിച്ച ശേഷമായാലും പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതായത് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന സൂചന തന്നെയാണ്. രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി സർക്കാരും CPM നടത്തുന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന വിമർശനവും സൂചനയുമാണ് ഇപ്പോഴും പ്രതിപക്ഷം നൽകുന്നത്. കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാപട്യമാണ്, രാഷ്ട്രീയമായ മുതലെടുപ്പാണ്, കപടമായ ഒരു അയ്യപ്പ സംഘമാണ്. LDF സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മറുഭാഗത്ത് ബി.ജെ.പിയും ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സർക്കാരിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വരികയാണ്. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി ശരിയല്ല എന്നാണ് ബി.ജെ.പിയുടെ വിമർശനം. രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ക്ഷണിക്കില്ലെന്ന് ഇന്നലെ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. നവോത്ഥാന മതിലും മറ്റും സംഘടിപ്പിച്ച് ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് സർക്കാർ ശക്തമായ നിലപാടെടുത്തിരുന്നു. ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം അതിനുശേഷം ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ബന്ധപ്പെട്ട കാര്യത്തിലുമൊക്കെ സർക്കാർ നിലപാടിൽ മാറ്റം വരുത്തുന്നതിൽ അന്ന് സർക്കാരിനൊപ്പം നിന്ന നവോത്ഥാന മുന്നേറ്റങ്ങൾക്കൊപ്പം നിന്ന KPMS അടക്കമുള്ള സംഘടനകളും കടുത്ത അതൃപ്തിയിലാണ്. ഒരു കാരണവശാലും സർക്കാരിന്റെ നീക്കം അനുവദിക്കില്ല. അങ്ങനെ പോയാൽ സർക്കാർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന നിലപാടാണ് KPMS അടക്കമുള്ള സംഘടനകൾക്ക്, നവോത്ഥാന സമിതിയിൽ പ്രധാനികളായ സംഘടനകൾക്ക് ആ ഒരു നിലപാടാണ്. അതും സർക്കാരിനെ CPM-നെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. കാരണം ഭൂരിപക്ഷ വോട്ടുകൾ ലഭിക്കുമ്പോൾ നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ലഭിച്ച ഈ പിന്നാക്ക വോട്ടുകൾ പോകുമോ എന്ന ആശങ്കയും സർക്കാരിനുണ്ട്. ഏതായാലും ഈ പ്രതിസന്ധികളും പ്രതിഷേധങ്ങളും ബഹിഷ്കരണങ്ങളും ഒക്കെ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും അയ്യപ്പ സംഗമം വലിയ വിജയമാക്കി മാറ്റാനുള്ള നടപടികളുമായി സർക്കാരും CPM മുന്നോട്ട് പോവുകയാണ്. അയ്യപ്പ സംഗമത്തിൽ ഇതിനകം ക്ഷണിതാക്കളെയൊക്കെ തീരുമാനിച്ച് ക്ഷണം തുടങ്ങിക്കഴിഞ്ഞു. ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ വലിയ വിജയമാക്കി ഇത് മാറ്റാൻ CPM-ന്റെയും ഇടതുമുന്നണിയും കൂടി സഹായവും സഹകരണവും ഉണ്ടാകുമെന്നും ഉറപ്പാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസ സംഗമം സംഘടിപ്പിക്കാൻ സംഘപരിവാർ സംഘടനകൾ. ഈ മാസം 22-ന് പന്തളത്താണ് സംഗമം. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു ന്യൂസ് 18നോട് പറഞ്ഞു. ബദലായിട്ടൊരു അയ്യപ്പ സംഗമം നടത്തുന്നതിനെ പറ്റി ഗൗരവമായിട്ട് ഹിന്ദു ഐക്യവേദി ആലോചിക്കുന്നുണ്ട് അല്ലേ? ഹിന്ദു ഐക്യവേദി, ഹൈന്ദവ സംഘടനകളെല്ലാം ചേർന്നിട്ടാണ് അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തുന്നത്. അതിനെ സംബന്ധിച്ച് വൈകാതെ തന്നെ അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകും. എന്താണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി എവിടെയായിരിക്കും? പന്തളത്തായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ പന്തളം ഒരു നല്ല ഓപ്ഷൻ ആണല്ലോ. എന്തായാലും അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പന്തളം ഈ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകൾക്കൊപ്പമാണ്. അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത കുമ്മനം ന്യൂസ് 18 കേരളം ഹിന്ദു സമൂഹത്തെ കരുവാക്കുകയാണെന്ന് കുമ്മനം. മറ്റ് സമുദായങ്ങളിൽ പ്രശ്നങ്ങളിൽ ഉണ്ടായിട്ടും ഇടപെടാത്ത സർക്കാരാണ് ഹിന്ദു സമുദായത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. മതേതര സർക്കാർ വിശ്വാസികളെ വിളിച്ചുകൂട്ടുന്നത് ശരിയാണോ എന്നും കുമ്മനം രാജശേഖരൻ ചോദിച്ചു. ഇത് ഈ അയ്യപ്പ സംഗമം സർക്കാർ നടത്തുകയാണ്. ഒരു ചോദ്യം, ഒരു മതേതര സർക്കാരിന് ഇങ്ങനെയുള്ള വിശ്വാസികൾ സമൂഹത്തെ വിളിച്ചുകൂട്ടാൻ ഉള്ള അധികാരമുണ്ടോ, അല്ലെങ്കിൽ അത് ന്യായമാണോ, പ്രസക്തമാണോ, ഔചിത്യമുണ്ടോ? ഇതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെ യാക്കോബായ ഓർത്തഡോക്സ് ചർച്ച വലിയ പ്രശ്നം നടക്കുകയാണെന്ന് നിങ്ങൾക്ക് അവിടുത്തെ വിശ്വാസികളൊന്ന് വിളിച്ചുകൂട്ടരുത്. അങ്ങനെ വിളിച്ചുകൂട്ടാൻ ഒരു സമൂഹത്തിലെ വിശ്വാസികളെ സർക്കാരിന് എങ്ങനെ വിളിച്ചുകൂട്ടാൻ പറ്റും? അതൊരു ഒരു ഫണ്ടമെൻ്റലായിട്ട് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ്. കാരണം ഒരു മതേതര സർക്കാർ അത് ചെയ്യാൻ പാടില്ല. ഈ ശബരിമല നമ്മുടെ ഒരു വലിയ സ്വത്താണ്. അത് ആഗോളതലത്തിൽ അറിയപ്പെടുന്നതിന് എന്താണ് പ്രശ്നം?
അങ്ങനെ ഒരു ശ്രമമാണ് സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നടത്തുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറ്റു അവകാശവാദം. ആഗോളതലത്തിൽ അറിയപ്പെടാൻ കേരള സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, ദേവസ്വം ബോർഡിൻ്റെ ആവശ്യമില്ല. അത് ആഗോളത്തിൽ അറിയപ്പെടുന്നതാണ്. ശബരിമല ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്ന ഒരിടമാണ്. അതിന് ആഗോള പ്രശസ്തിയുണ്ട്. അതിൽ പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കുന്നത്? അവിടെ വരുന്നവരെ തന്നെ ഉൾക്കൊള്ളാൻ ശബരിമല ക്ഷേത്രത്തിന് കഴിയില്ല. അതാണ് അവസ്ഥ. ഇനി എല്ലാവരും കൂടി അറിയിച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ടോ? ഒന്നുമില്ല. എല്ലാവർക്കും അറിയാം, ശബരിമലയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ശബരിമല വിശ്വാസികളാണ് നല്ല ഭൂരിപക്ഷം ആൾക്കാർ. അങ്ങനെ ആളെ കൂട്ടാൻ വേണ്ടി ഒരു സംഗമം നടത്തേണ്ട കാര്യമൊന്നുമില്ല, പ്രശസ്തി കിട്ടാൻ വേണ്ടിയും സംഗമം നടത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അയ്യപ്പന്മാരെ വിളിച്ചു കൂട്ടുമ്പോൾ അയ്യപ്പന്മാരുടെ മനസ്സിൽ, ഹൃദയത്തിൽ ചില സംശയങ്ങൾ പൊന്തി വരുന്നു, സ്വാഭാവികമാണ്. ഒന്ന്, ശബരിമല അയ്യപ്പ ഭക്തന്മാർ നിരവധി ആൾ, ആയിരക്കണക്കിന് ആൾ ഇപ്പോൾ കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്തവരാണ്, നിരപരാധികളാണ്. ശബരിമല പ്രക്ഷോഭകാലത്ത് യാതൊരു കാരണവും കൂടാതെ ശബരിമലയിലെത്തിയ അയ്യപ്പന്മാരെ നിർദ്ദയം മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും അവരെ ക്രൂരമായ രീതി അവരോട് പെരുമാറുകയൊക്കെ ചെയ്ത് കേസുകൾ നിരവധിയുണ്ട്. എത്രയോ ആൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, വീരബലിദാനികളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ആളുകൾ ഈ കേസിൽപ്പെട്ട് പാസ്പോർട്ട് എടുക്കാൻ നിവൃത്തിയില്ലാതെ തൊഴിൽ ഇൻ്റർവ്യൂവിന് ഈ കേസുള്ളതുകൊണ്ട് അതിൽ നിന്നും തടയപ്പെട്ട് ഇങ്ങനെ ഒട്ടേറെ അയ്യപ്പന്മാർ വളരെ വേദനയോടുകൂടി പ്രതിഷേധത്തിലും ഉത്കണ്ഠയിലും കഴിയുമ്പോഴാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്. അതിന് ആൻസറില്ല. ഇത് നടത്തരുതെന്നൊന്നും ആരും പറയുന്നില്ല. അയ്യപ്പ സംഗമം അങ്ങനെ നടത്താൻ പാടില്ലാത്ത ഒന്നാണെന്നൊന്നും അഭിപ്രായമില്ല, നടത്തിക്കോട്ടെ. പക്ഷേ ഈ സംശയം സർക്കാർ മുൻകൈ എടുത്തതുകൊണ്ട് സർക്കാർ ഉത്തരം പറയണം. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത മന്ത്രിയായ VN വാസവനെ അയ്യപ്പ ഭക്തർക്ക് വിശ്വാസമില്ലെന്ന് കുമ്മനം. ദേവസ്വം ബോർഡ് അല്ല, സർക്കാരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് കുമ്മനം രാജശേഖരൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ പോയതും വാസവനല്ലേ എന്നും കുമ്മനം ചോദിച്ചു. സർക്കാരാണല്ലോ ഇത് നടത്തുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ആദ്യം ഈ അയ്യപ്പ സംഗമം നടത്തും എന്ന് പ്രഖ്യാപിച്ചതാരാണ്? ദേവസ്വം മന്ത്രിയാണ്, വാസവനാണ് അല്ലേ? അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റല്ലേ ഇത് പറയേണ്ടത്? പറഞ്ഞില്ല, മാറിയിരിക്കുകയായിരുന്നു. രണ്ടാമത് ക്ഷണിക്കാൻ ആരാ പോയി? ദേവസ്വം മന്ത്രിയാണ്. എവിടെ പോയി? അതും DMKയുടെ പ്രഖ്യാപിത ഹിന്ദു വിരുദ്ധ നിലപാട് എന്നും സ്വീകരിച്ചിരിക്കുന്ന, ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു വൈറസാണെന്ന് പറഞ്ഞ ആ ചീഫ് മിനിസ്റ്റർ ക്ഷണിക്കാൻ പോയത് ഇവിടുത്തെ മന്ത്രിയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലല്ലോ, മന്ത്രി. അപ്പോൾ ഇത് ഇനി രണ്ടാമത് ഇതിൻ്റെ ഇൻവിറ്റേഷൻ കണ്ടിട്ടുണ്ടോ? കാർഡ്, ഇൻവിറ്റേഷൻ ലെറ്റർ, ലോക കേരള സഭ. ഈ കേരള ഗവൺമെൻറ് എംബ്ലമാണ് വെച്ചിരിക്കുന്നത്. ആ എംബ്ലം വെച്ച ലെറ്ററുകളിലാണ് ഇൻവിറ്റേഷൻ പോയിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? അപ്പോൾ സർക്കാരിന് ഇത് എന്തിനു നടത്തണം? ഇനി സർക്കാർ നടത്തുകയാണെങ്കിൽ സർക്കാർ ഈ കേസൊക്കെ പിൻവലിക്കുക, അല്ലെങ്കിൽ സത്യവാങ്മൂലം തിരുത്ത്. ഇതിനും തയ്യാറാകണ്ടേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ആത്മാർത്ഥതയോടുകൂടിയുള്ളതല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനീ പറഞ്ഞു. അപ്പോൾ സർക്കാരിന് ഇതൊന്നും പിന്തിരിയാനൊന്നും പറ്റിയില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇനി എന്തോ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ ഒക്കില്ലേ? അയ്യപ്പന്മാരുടെ സംഗമം നടത്താൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ വേറെ വിശ്വാസികളെ, മുസ്ലിം വിശ്വാസികളെ, മതവിശ്വാസികളെ വിളിച്ചു കൂട്ടുമോ ഏതെങ്കിലും ഒരു കാര്യത്തിന്? അല്ലെങ്കിൽ ഇപ്പോൾ വഖഫിൻ്റെ പ്രശ്നം വന്നല്ലോ, വിളിച്ചു കൂട്ടിയോ? ഇല്ലല്ലോ. കാരണം അവർക്ക് സ്വതന്ത്രമായ മത കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് സാധ്യമല്ല. ഇത് ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനത്തിലുള്ള ഇടപെടലാണ്, ഒരു മതേതര സർക്കാരിൻ്റെ ഇടപെടലാണ്. അത് പാടില്ല എന്നാണ് പറയുന്നത്. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത മന്ത്രിയാണ് ദേവസ്വം മന്ത്രി. അതുകൊണ്ട് അയ്യപ്പന്മാർക്ക് സംശയമുണ്ട്. അയ്യപ്പ സംഗമത്തിൽ NSS നിലപാടിൽ സംശയിക്കേണ്ടതില്ലെന്നും കുമ്മനം പറഞ്ഞു. വിശ്വാസം വളരെ പ്രധാനമാണെന്നാണ് NSS പറഞ്ഞത്. വിശ്വാസം സംരക്ഷിക്കാത്ത സർക്കാരിനെ അത് ഓർമ്മിപ്പിക്കുകയാണ് NSS ചെയ്തത്. ഓരോരുത്തരും കാര്യങ്ങൾ പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ടാകാമെന്നും കുമ്മനം പറഞ്ഞു. ശബരിമല പ്രക്ഷോഭകാലത്ത് ഏതാണ്ട് ഇതിന് മുന്നിട്ടിറങ്ങിയ ഒരു സംഘടനയാണ് NSS. പക്ഷെ അവർക്ക് ഇക്കാര്യത്തിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. വിശ്വാസികൾക്കൊപ്പമാണെങ്കിൽ സർക്കാരിന് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അവർക്ക് എതിർപ്പില്ല. അപ്പോൾ വിശ്വാസം വളരെ പ്രധാനമെന്ന് NSS പറഞ്ഞതിൻ്റെ കാര്യം. വിശ്വാസം വളരെ പ്രധാനമാണ്. പക്ഷെ NSS അത് മനസ്സിലായെന്ന് തോന്നുന്നു, സർക്കാരിന്റെ നല്ല ഉദ്ദേശമാണെന്ന്. അല്ലെന്ന്, വിശ്വാസം അതാണ് പറഞ്ഞൊരു പോയിന്റ്. വളരെ ഇതാണ്, രാഷ്ട്രീയക്കാർ പങ്കെടുക്കാൻ പാടില്ല, രാഷ്ട്രീയത്തിന് അതീതമായിരിക്കും. രണ്ട്, വിശ്വാസം സംരക്ഷിക്കണം. വിശ്വാസം സംരക്ഷിച്ചിട്ടില്ല. വിശ്വാസം സംരക്ഷിക്കാത്ത, വിശ്വാസം ധ്വംസിച്ച ഒരു സർക്കാർ മുൻകൈ എടുത്ത് നടത്തുകയാണ്. അപ്പം വിശ്വാസം സംരക്ഷിക്കുന്നത് എന്താ ഉറപ്പ്? അതാണ്, ആ ഒരു സംശയമാണ് ഉയർത്തിയിരിക്കുന്നത്. അതിനാണ് ഉത്തരം കൊടുക്കേണ്ടത്. പക്ഷേ യോഗക്ഷേമ സഭ എതിർത്തതുപോലെ SNDP എതിർക്കുന്നില്ല. എതിർക്കുന്നതിന് ഓരോ രീതിയുണ്ട്. NSSും വളരെ വ്യക്തമായിട്ടാണ് സ്റ്റാൻഡ് പറഞ്ഞിരിക്കുന്നത്. അതായത് വിശ്വാസം സംരക്ഷിക്കണം.
വിശ്വാസം സംരക്ഷിച്ചിട്ടില്ല. വിശ്വാസം സംരക്ഷിക്കാത്ത ഒരു സർക്കാരിനോടാണ് പറയുന്നത് വിശ്വാസം സംരക്ഷിക്കണം. നമ്മളും അതാണ് പറയുന്നത്. നിങ്ങൾ വിശ്വാസം ധ്വംസിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സത്യവാങ്മൂലമുണ്ട്, നിങ്ങളത് പിൻവലിക്കണം. അത് പറയുന്നത് എന്താ, തെറ്റെന്താ? അപ്പോൾ വിശ്വാസം സംരക്ഷിക്കുന്നത് എന്താ ഉറപ്പ്? ഇവിടുത്തെ ഭക്തജനങ്ങൾ, വിശ്വാസികൾ ചോദിക്കുന്നൊരു ചോദ്യം അതാണ്. അതേസമയം CPM വിശ്വാസികൾക്കൊപ്പം എന്ന് ആവർത്തിച്ച സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നും നാളെയും ഇന്നലെയും വിശ്വാസികൾക്കൊപ്പമാണ് പാർട്ടി. സ്ത്രീ പ്രവേശനം കഴിഞ്ഞ അധ്യായമാണ്. വർഗീയവാദികളെ അയ്യപ്പ സംഗമത്തിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നും വിശ്വാസികളെ അണിനിരത്തിയാണ് വർഗീയതയെ ചെറുക്കേണ്ടതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഭാഗമായിട്ട് വന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനത വിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിൽ തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമം അതിന്റെ തന്നെ ഒരു ഭാഗമാവും. കാരണം വിശ്വാസികളുടെ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ വർഗീയവാദികൾ എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വരും എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ തന്നെ ഇതിനെതിരായി RSSും സംഘപരിവാർ വിഭാഗം ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതി പരിശോധിച്ചാൽ നിങ്ങൾക്കെല്ലാം അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു സംശയവും വേണ്ട. വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കരുത്. അതാണ് എന്റെ അഭിപ്രായം. ഞങ്ങളുടെ അഭിപ്രായം വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല. വർഗീയവാദികളല്ലാതെ വിശ്വാസികൾക്ക് മുഴുവൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാലും അവർക്കെല്ലാം കടന്നു വരാനുള്ള എല്ലാ സൗകര്യങ്ങളും വേണം തന്നെ. അപ്പോൾ വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിന് തന്നെ ഭാഗമായിട്ടാണ് വിശ്വാസികളുടെ സംഗമം. രണ്ട് വർഗീയവാദികൾക്ക് അനുകൂലമായിട്ട് കടന്ന് ഒരുത്തരം പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് മറ്റ് പല ഭാഷയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം വർഗീയ ചൊവ്വയോടുകൂടിയാണ് വിശദീകരണം മുഴുവൻ. അത് ജനങ്ങൾ നന്നായി തിരിച്ചറിയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ ഏത് കൂട്ടായ്മയെയും എതിർക്കേണ്ടുന്ന കാര്യമില്ല. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് സഖാവ് അജയെ കൊലപ്പെടുത്തിയിട്ടുള്ള ഈ RSSന്റെ കാട്ടാളത്തപരമായ നിലപാടിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും ശക്തമത്തായ ഒരു കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അതിന്റെ അനുസ്മരണ സമ്മേളനവും നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ ഒരു പ്രതിജ്ഞയാണ് നമുക്ക് ചെയ്യാനുള്ളത്. കൃത്യമായി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് വർഗീയതയെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ ഓരോന്നായിട്ട് മുമ്പോട്ടേക്ക് വരുമ്പോൾ അതിനെല്ലാം പൂർണ്ണ മനസ്സോടെ പിന്തുണച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ടേക്ക് പോകും. ആഗോള അയ്യപ്പ സംഗമം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. സ്വകാര്യ കമ്പനികളിൽ നിന്നും അയ്യപ്പന്റെ പേരിൽ സ്പോൺസർഷിപ്പ് വാങ്ങുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണമെന്ന് കോടതി നിരീക്ഷിച്ചു. സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ ദേവസ്വം ബോർഡിന് വ്യക്തതയില്ല. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയും അയ്യപ്പ സംഗമവും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിച്ച കോടതി പരിപാടിയുടെ സാമ്പത്തിക ചെലവുകളിലും ഫണ്ട് സമാഹരണത്തിലും റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശിച്ചു. അഭിഭാഷകൻ നൽകിയ ഹർജി അവധിക്കാല ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മനഃപൂർവ്വം കാണാതിരുന്നിട്ടില്ല എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തന്നെ കാണണമെന്ന ആവശ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ അറിയിച്ചിരുന്നില്ല. തന്നോട് സംസാരിക്കാതെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത് മര്യാദകേടാണ്. സംഘാടക സമിതിയിൽ തന്റെ പേര് വെച്ചത് അനുവാദത്തോടെ അല്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്റെ അനുവാദത്തോടു കൂടിയല്ല സംഘാടക സമിതിയിൽ എന്റെ പേര് വെച്ച്. സാധാരണ നമ്മൾ ആരെയും സംഘാടക സമിതിയിൽ വെച്ചാലും വിളിച്ചൊന്ന് ചോദിക്കും. എന്റെ അനുവാദം ഇല്ലാതെയാണ് എന്റെ പേര് വെച്ചത്. ഇന്നലെ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ വന്നു. എന്നോട് ആ സമയത്ത് ഞാൻ ഉണ്ടാവുമോ ഒന്നും ചോദിച്ചിട്ടല്ല ഇവിടെ വന്നത്. എന്നിട്ട് ഇവിടെ വന്ന് കത്ത് കൊടുത്തിട്ട് അദ്ദേഹം പുറത്തുപോയി ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് വാർത്ത കൊടുത്തു. എന്നെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും കാണണ്ടെന്ന് പറയുമോ? ഞാൻ ഇതുവരെ ആരോടും എന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരാളോടും ഞാൻ കാണണ്ടെന്ന് പറഞ്ഞില്ല. കാരണം ഇതൊരു എന്റെ വീടല്ലല്ലോ, പൊതു വീടല്ലേ. ഇവിടെ ആര് കാണണം എന്ന് പറഞ്ഞാലും അവർക്ക് അനുമതി കൊടുക്കും. എന്നോട് സംസാരിച്ചിട്ടില്ല. എന്നോട് സംസാരിക്കാതെ ഞാനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് കത്ത് കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത് മര്യാദകേടാണ്. ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല. അദ്ദേഹം ഞാനിവിടെ ഉള്ള സമയത്ത് എന്നോട് വിളിച്ച് വന്നു കഴിഞ്ഞാൽ ഇനിയും കാണാൻ തയ്യാറാണ്. ഇല്ല, തെറ്റാണ്. അതെങ്ങനെ വരുന്നത്? എന്നോടൊന്ന് അദ്ദേഹം കൊടുത്ത വാർത്തയാണ്. അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഞാൻ വാർത്ത 2:35 വാർത്ത കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കില്ലെന്ന്. അപ്പോഴാണ് ഞാൻ ഓഫീസിൽ ചോദിക്കുന്നത് അദ്ദേഹം വന്നോന്ന് ചോദിക്കുന്നത്. എന്തൊരു മര്യാദയാണ് നമ്മളോട്. ഇനിയും വന്ന് ചോദിച്ചു. ഞാനുള്ള സമയത്ത്, ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എപ്പോഴാണ് വരാൻ സൗകര്യമുള്ളതെന്ന് പറഞ്ഞാൽ കാണാം. ദേവസ്വം ബോർഡ് ഞാൻ അദ്ദേഹത്തെ കണ്ടാൽ സംസാരിക്കുന്ന ആളല്ലേ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണുന്നതിന് എന്തിനാണ് ഇത്രയും ഒരു
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻഡ് ജോർജിന്റെ മൊഴിയെടുക്കാൻ സമയം തേടി ക്രൈംബ്രാഞ്ച്. സൈബർ ആക്രമണം തുടരുന്നതിനാൽ കുടുംബവുമായി ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്നാണ് യുവതി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മറുപടി. അതേസമയം ഗർഭചിത്രം നടത്തിയ യുവതികളുടെ മൊഴി നേരിട്ടെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘം ഊർജിതമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകളിൽ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരണം നടത്തിയ 3 യുവതികളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരാൾ, ഈ 3 പേരിൽ ഒരാൾ നിയമപരമായി കോടതി നൂലാമാലകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിയമപരമായി ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നതിന് വ്യക്തിപരമായി ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം, അസൗകര്യമുണ്ട് എന്ന കാര്യം ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ വെളിപ്പെടുത്തലുമായി ആദ്യം രംഗത്തെത്തിയ റിനി അന്നെ എത്രയും പെട്ടെന്ന് മൊഴിയെടുക്കുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ റിനിയുടെ പക്കലുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ റിനിക്ക് അയച്ച സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഗർഭചിത്രം നടത്തിയ 2 യുവതികളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ ഈ ഗർഭചിത്രം നടത്തിയ ശബ്ദ സംഭാഷണത്തിൽ ഉൾപ്പെട്ട യുവതിക്ക് പുറമെ കേരളത്തിന് പുറത്ത് ഈ ഗർഭചിത്രം നടത്തിയെന്നിപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന യുവതി ഏത് ആശുപത്രിയെയാണോ ഈ നടപടികൾക്ക് വേണ്ടി സമീപിച്ചത്, ആ ആശുപത്രിയിൽ നടക്കം വിശദമായ വിവരശേഖരണം നടത്തുക, ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇന്റലിജൻസ് വിഭാഗം കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം ഇതിലേക്ക് നയിച്ച സാഹചര്യം, അതായത് ബോധപൂർവം നിർബന്ധത്തിന് വഴങ്ങിയാണോ ഗർഭചിത്രം നടത്തിയത്, അതോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാണോ, ഇതിലടക്കം വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിലൊരു വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിലെ നിയമസാധുതകൾ ഉപയോഗിച്ചുകൊണ്ട് തുടരന്വേഷണത്തിലേക്ക് കടക്കുക. ഒരുപക്ഷെ രാഹുലിന് കുരുക്കായി മാറാൻ പോകുന്നതും ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട 2 യുവതികളുടെ ഭാഗത്തു നിന്ന് ഇത് ഉണ്ടാകാൻ പോകുന്ന ഒരു നീക്കം തന്നെയായിരിക്കും. അവർക്ക് മേൽ വലിയ സമ്മർദ്ദം നിലനിൽക്കുന്നു പരാതി നൽകാതിരിക്കാൻ എന്ന കാര്യം ക്രൈംബ്രാഞ്ച് തന്നെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അവരുടെ ബന്ധുക്കളടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് അനുകൂലമായി, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് അനുകൂലമായ ഒരു തീരുമാനം, അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിശദമായ തെളിവുകൾ ഈ ആശുപത്രിയിൽ നടക്കം ശേഖരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നതും. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് 1 മാസം മുമ്പ് തന്നെ ഇന്റലിജൻസ് ശേഖരിച്ച ചില തെളിവുകളുണ്ട്. ഈ ആശുപത്രി രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതടക്കം അന്വേഷണ സംഘത്തിന് അവർ കൈമാറുമെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നിയമസാധുതകൾ ഈ വിഷയത്തിൽ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ നിയമോപദേശം ക്രൈംബ്രാഞ്ച് ഉടൻ തന്നെ തേടിയേക്കും. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിഷയത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അടഞ്ഞ അധ്യായമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അക്കാര്യത്തിൽ ഇനി ഒരു ചർച്ചയുമില്ല, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താണ്, ഒരു ചർച്ചയില്ല. അല്ല, ഒരു ചർച്ചയില്ലെന്നേ, ഞാൻ അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ആ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചർച്ചയില്ല. അതൊക്കെ അതാത് സമയത്ത് പാർട്ടി യുക്തിപൂർവമായ തീരുമാനങ്ങൾ അതാത് സമയത്ത് എടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും തെളിവുകൾ വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഫ്യൂഡൽ ജീർണതയുടെ ഭാഗമാണ് രാഹുലിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ചരക്ക് സേവന നികുതി നിരക്കുകൾ പരിഷ്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ തീരുമാനമെടുക്കാനുള്ള GST കൌൺസിൽ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്നും നാളെയുമായി നടക്കുന്ന യോഗത്തിൽ സംസ്ഥാന ധനമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണത്തെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന സാഹചര്യം പുതിയ തീരുമാനത്തിലൂടെ ഉണ്ടാകുമെന്ന വിമർശനവും ശക്തമാണ്. നിലവിലെ 5, 12, 18, 28% സ്ലാബ് GST നിരക്കുകളെ 5, 18% എന്നീ 2 സ്ലാബ് നിരക്കുകളിലേക്ക് കീഴിലാക്കാനാണ് കേന്ദ്രത്തിന് നിർദ്ദേശമുള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അതീവ നിർണായകമായ ഒരു യോഗമാണ് ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ധനമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ GST നിരക്കിൽ നിർണായകമായ ഒരു മാറ്റം വരുത്താനാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ ശുപാർശയുള്ളത്. ആ ശുപാർശ അനുസരിച്ച് നിലവിലെ 4 നികുതി സ്ലാബുകൾ മാറ്റി 5, 12, 2 സ്ലാബുകളിലേക്ക് മുഴുവൻ നികുതികളും ഏകീകരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുന്നിലുള്ളത്. ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നിലേക്ക് വരുമ്പോൾ ചില സംസ്ഥാനങ്ങളുടെ വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടം
നഷ്ടമാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ മറുഭാഗത്തെ വിലയിൽ വലിയ കുറവുണ്ടാവും എന്നതും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നു. സാധാരണക്കാർക്ക് ആശ്വാസകരമായ ഒരു നടപടിയിലേക്ക് ഇത് നീങ്ങും എന്നതും ഒരു പോസിറ്റീവായ ഒരു ഗുണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേഗത്തിൽ തന്നെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഒരു കാരണം അമേരിക്കയുമായിട്ടുള്ള ഇറക്കുമതി ചുങ്കത്തിൽ ഉണ്ടായ ഒരു പോരാണ്. അമേരിക്കയിൽ ചുങ്കം ഇന്ത്യക്ക് വേണ്ടി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഇന്ത്യക്ക് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിമാർ ആ വിപണിയിൽ കൂടി ആഭ്യന്തര വിപണിയിലേക്ക് കൂടുതൽ പണം എത്തിക്കുക, അല്ലെങ്കിൽ അവിടേക്ക് കൂടുതൽ പണം വിനിമയം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വേഗത്തിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നതെന്നാണ് സൂചന. എന്തായാലും ഇതുമൂലം കേരളത്തിന് 8,000 കോടി രൂപയോളം നഷ്ടമുണ്ടാവും എന്നാണ് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ ധനനഷ്ടം സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ധനനഷ്ടം നികത്തിക്കൊണ്ടാണെങ്കിൽ സ്വാഭാവികമായും ഈ സംസ്ഥാനങ്ങളെല്ലാം ഇത് അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ 5 വർഷക്കാലമെങ്കിലും സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ തയ്യാറാണ്. നേരത്തെ GST നടപ്പാക്കിയപ്പോൾ കേരളത്തിനുണ്ടായിരുന്ന ആകെ വരുമാനത്തിൽ നിന്ന് 12,000 കോടിയോളം രൂപ ഒരു വർഷം നഷ്ടമുണ്ടായി. ആ നഷ്ടം പിന്നീട് തുടക്കത്തിലല്ലാതെ പിന്നീട് നികത്താൻ തയ്യാറായിരുന്നില്ല. കേരളമടക്കം 8 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ പരസ്യമായി തന്നെ ഈ നഷ്ടം നികത്തണം എന്നുള്ള വ്യവസ്ഥ കൂടി ഇതിൽ കൊണ്ടുവരണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ അനുകൂലമായ ഒരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും തീരുമാനം ഇന്നാണ് വരാൻ പോകുന്നത്. ഈ തീരുമാനം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെ 2 സ്ലാബുകളും അതോടൊപ്പം തന്നെ സിൻ ടാക്സ് എന്ന പേരിൽ അത്യാഡംബര സാധനങ്ങൾക്ക് വേണ്ടി ഒരു 40% നികുതിയുടെ സ്ലാബ് കൂടി പരിഗണനയിലുണ്ട്. അതും ഇന്നത്തെ യോഗത്തിന്റെ പരിഗണനയിലേക്ക് വരാൻ സാധ്യതയുള്ള ഒന്നാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ അത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. അത്തരമൊരു നീക്കം ഈ നവരാത്രിയോടുകൂടി നടപ്പാക്കും എന്നുള്ള സൂചനകളാണ് പ്രധാനപ്പെട്ട വിവരങ്ങളായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികമായ വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ചർച്ച നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ശരി കിരൺ. ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ അന്വേഷണം വഴിമുട്ടുന്നു. കൊലപാതക കുറ്റം ചുമത്തിയെങ്കിലും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ അന്വേഷണ സംഘത്തിനായിട്ടില്ല. മതിയായ തെളിവുകളുടെ അപര്യാപ്തതയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രതിസന്ധി. 1 മാസം കഴിഞ്ഞിട്ടും DNA പരിശോധനാ ഫലവും വൈകുകയാണ്. ആയിഷ തിരോധാന കേസ് അന്വേഷണത്തിലും സമാനമാണ് സാഹചര്യം. കേരളത്തെ ആകെ ഞെട്ടിച്ച കേസുകളാണ് പള്ളിപ്പുറവുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ തിരോധാനം. ഈ കേസിൽ ഇപ്പോൾ കോട്ടയം ജയിലിലുള്ള സെബാസ്റ്റ്യന്റെ കസ്റ്റഡി അപേക്ഷ, മറ്റ് കേസുകളിലെ കസ്റ്റഡി അപേക്ഷയും ഒപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തലും ഒക്കെയുള്ള പ്രൊസീജിയറിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രതിസന്ധി നേരിടുന്നത് എന്നുള്ളതാണ്. ബിന്ദു പത്മനാഭൻ കേസ്, അതായത് ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനിയായ ബിന്ദു പത്മനാഭന്റെ മിസ്സിംഗ് കേസ് പിന്നീട് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ആലപ്പുഴ പോലീസ്, പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് അത് കൊലപാതക കുറ്റമായി ചുമത്തിക്കൊണ്ട് കൊലപാതക കേസായി മാറ്റിക്കൊണ്ട് അതിനുള്ള നിയമ നടപടികൾ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ആ കേസിനകത്ത് ഇതുവരെ, അതായത് ബിന്ദു പത്മനാഭൻ കേസ് കൊലപാതക കേസായി കോടതിയെ 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ അറിയിച്ചെങ്കിലും അതിനകത്ത് നിലവിൽ കോട്ടയം ജയിലിലുള്ള സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാനായിട്ടില്ല എന്നുള്ളതാണ്. ആഴ്ചകൾ പിന്നിടുമ്പോഴും അത്തരത്തിൽ ഒരു മതിയായ തെളിവുകളുമായി അല്ലെങ്കിൽ മതിയായ കാര്യങ്ങളുമായി ഏറ്റുമാനൂർ കോടതിയെ, കാരണം ഏറ്റുമാനൂർ കോടതി ജൈനമ്മ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ഏറ്റുമാനൂർ കോടതിയുടെ അണ്ടറിലാണ് ഇപ്പോൾ കോട്ടയം ജയിലിൽ സെബാസ്റ്റ്യൻ റിമാൻഡിലുള്ളത്. അപ്പോൾ ഇവിടെ നിന്നും ഏറ്റുമാനൂർ കോടതിയെ ഈ സെബാസ്റ്റ്യനെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയിച്ച ശേഷം വേണം അറസ്റ്റിലേക്ക് പോകാൻ. അതിന് അത്തരത്തിൽ ആ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കോടതിയെ ബിന്ദു പത്മനാഭൻ കേസിൽ സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനും അയാൾ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകളിലേക്ക് അന്വേഷണ സംഘത്തിന് ഇതുവരെ എത്താനാകുന്നില്ല എന്നുള്ളതാണ്. ജൈനമ്മ തിരോധാനം നടന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് ബിന്ദു പത്മനാഭൻ 2017 കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. 2017 ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടെങ്കിലും അതൊരു വെറും ഒരു മിസ്സിംഗ് കേസായി തന്നെ കിടക്കുകയായിരുന്നു. മാത്രമല്ല അതിനിടയിൽ തന്നെ 6ഓളം കേസുകൾ ബിന്ദു പത്മനാഭന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടെങ്കിലും ബിന്ദു പത്മനാഭൻ കേസ് അന്നത്തെ അന്വേഷണ സംഘം ഒരു മിസ്സിംഗ് കേസായിട്ട് തന്നെ തുടർന്ന് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഈ കോട്ടയത്ത് ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ആ കേസിന്റെ വകുപ്പുകൾ മാറ്റിക്കൊണ്ട് ഈ സ്ത്രീകൾ, ഐഷയാണെങ്കിലും ബിന്ദു പത്മനാഭനാണെങ്കിലും ഇപ്പോൾ ജൈനമ്മയെ പോലെ തന്നെ സെബാസ്റ്റ്യനാൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. പക്ഷേ സാഹചര്യം കൊണ്ട്, ജൈനമ്മ തിരോധാന കേസിലെ സാഹചര്യങ്ങൾ കൊണ്ട് സെബാസ്റ്റ്യൻ കൊല ചെയ്യപ്പെട്ടു, സെബാസ്റ്റ്യനാൽ ഇവർ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോഴും സെബാസ്റ്റ്യനിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള മതിയായ തെളിവുകൾ, അതായത് ബിന്ദു പത്മനാഭൻ കേസിലാണെങ്കിലും ഐഷ കേസിലാണെങ്കിലും സെബാസ്റ്റ്യനിലേക്ക് എത്താനുള്ള മതിയായ തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അത്തരം ഒരു തെളിവ് ശേഖരണം ഉണ്ടായാൽ, അല്ലെങ്കിൽ സെബാസ്റ്റ്യനാണ് ഇവരെ കൊലപ്പെടുത്തിയെന്ന് കൃത്യമായി കോടതി അറിയിച്ചാൽ മാത്രമേ
മറ്റ് നടപടിക്രമങ്ങളിലേക്ക്, അതായത് ബിന്ദു പത്മനാഭൻ കേസിൽ ഒരു ഫോർമൽ അറസ്റ്റിലേക്കും ഏറ്റുമാനൂർ കോടതിയിലുള്ള സെബാസ്റ്റിന്റെ ഒരു ഫോർമൽ അറസ്റ്റിലേക്കും അയാളെ കസ്റ്റഡിയിലേക്കും വാങ്ങാൻ കഴിയൂ. കസ്റ്റഡിയിൽ എടുത്താൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ തേടാനാകൂ. പക്ഷേ ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോലും നിലവിലെ അന്വേഷണം വെച്ച് കടക്കാനാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി. കേസിന്റെ കാലപ്പഴക്കം ഒരു വലിയ പ്രതിസന്ധി അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 2006 മുതൽ കാണാതായ ബിന്ദു പത്മനാഭന്റെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് പോലും 2017 പക്ഷേ 2017 ആ കേസ് രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ പോലും അന്നത്തെ ചേർത്തലയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ കേസിന് വേണ്ട തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ വരുത്തിയിട്ടുള്ള വീഴ്ച നിലവിലെ അന്വേഷണ സംഘത്തെയും വലിയ തോതിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ബിന്ദുവിന്റെ സഹോദരൻ ഗുരുതര ആരോപണം അന്നത്തെ അന്വേഷണ സംഘത്തിനെതിരെ ഉന്നയിച്ചിരുന്നു. അവർ പണം വാങ്ങി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. വകുപ്പ് തല അന്വേഷണം വേണമെന്നൊരു ആവശ്യം, ബിന്ദുവിന്റെ സഹോദരന്റെ ആവശ്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നിലവിലത്തെ കേസിൽ ബിന്ദു പത്മനാഭന്റെ കൊലപാതക കേസിൽ സെബാസ്റ്റിനെ ഒന്ന് കസ്റ്റഡിയിൽ വാങ്ങാനോ അല്ലെങ്കിൽ അയാളുടെ ഒരു അറസ്റ്റ് പോലും രേഖപ്പെടുത്താൻ കഴിയാതെ അന്വേഷണ സംഘം ഇപ്പോൾ നിൽക്കുന്നത്. ബംഗളൂരുവിൽ കോളേജിലെ ഓണാഘോഷത്തിനിടെ ഉണ്ടായ ആവേശം സിനിമ മോഡൽ സംഘർഷം ആശങ്ക പരത്തുന്നു. 1ാം വർഷ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് പരിസരവാസികളാണ് പ്രശ്നമുണ്ടാക്കിയതെന്നാണ് സൂചന. സംഭവത്തിൽ മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് സാബിദ് എന്ന വിദ്യാർത്ഥിക്ക് കുത്തേറ്റിരുന്നു. ആചാര്യ നഴ്സിംഗ് കോളേജിലാണ് ഓണാഘോഷത്തിനിടെ സംഘർഷമുണ്ടായത്. സംഭവത്തിൽ 4 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. ബംഗളൂരു സ്വദേശിയായ ഭരത് എന്ന യുവാവിന്റെ നേതൃത്വത്തിലാണ് വലിയ അക്രമ സംഭവങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി കോളേജിന്റെ ഹോസ്റ്റലിൽ സംഭവിച്ചത്. ഗുരുതരമായി കുത്തേറ്റ മലപ്പുറം സ്വദേശി മുഹമ്മദ് സാബിദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സാബിദിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. കോളേജിലെ വിദ്യാർത്ഥികളടക്കം ഇത് ദൃക്സാക്ഷികളായിട്ടുള്ളവർ പറയുന്നത് ഒരു ആവേശം സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് കോളേജിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ വലുതും ചെറുതുമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായത്. ഇത് ഭരത് എന്ന യുവാവാണ് ഈ രംഗണ്ണൻ എന്ന രീതിയിലേക്ക് ഫസ്റ്റ് ഇയറിലെ കോളേജിലെ തന്നെ ഫസ്റ്റ് ഇയറിലെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങളെല്ലാം അഴിച്ചുവിടുന്നത്. ഇന്നലെ രാത്രി ഹോസ്റ്റലിലേക്ക് വന്ന് വലിയ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇത്രയും വലിയ ഒരു ആക്രമണം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഗുരുതരമായി ആണ് ഈ സാബിദിന് കുത്തേറ്റത്. പിന്നീട് പല വിദ്യാർത്ഥികളെയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ കോളേജ് അധികൃതരായിക്കോട്ടെ ഈ വിഷയത്തിൽ ഒരു കേസുമായി മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ പരാതി നൽകുവാനോ തയ്യാറായില്ല. ഇവർ കേസ് ഒതുക്കി തീർക്കാനുള്ള രീതിയിലേക്കാണ് നീക്കം എന്നുകൂടി വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദിത്യൻ എന്നൊരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭരത്തിനെതിരെ കേസ് എടുത്തിട്ടില്ല. ആദിത്യൻ എന്ന വിദ്യാർത്ഥി കോളേജിൽ പഠിച്ചിരുന്നതാണ്. ഇത്തരത്തിൽ മോശ സ്വഭാവത്തെ തുടർന്ന് കോളേജിൽ നിന്നും പറഞ്ഞയച്ചു. കോളേജിന്റെ അടുത്ത് തന്നെ ഒരു ടാറ്റു സ്റ്റുഡിയോയിൽ തുടങ്ങി. അവിടെ വെച്ചാണ് ഈ കൂടുതൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കൂടുതൽ സുഹൃത്തുക്കൾ വരികയും അവർ വലിയ ഒരു ഗ്യാങ് ആയി തന്നെ ഒരു ഗുണ്ട ഗ്യാങ് ആയി തന്നെ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് മറ്റ് സഹപാഠികൾ പറയുന്നത്. എന്തായാലും വലിയ ഭീതിയിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ. അടിക്കടി ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങൾ മുമ്പും പലതരത്തിലുള്ള ഭീഷണി ഇവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി വിദ്യാർത്ഥികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ ഒക്കെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തയിലേക്ക്. തിരുവനന്തപുരം കുറ്റിച്ചൽ വഞ്ചിക്കുഴിയിൽ മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ചതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. രവീന്ദ്രൻ മരിച്ചത് മകന്റെ മർദ്ദനത്തെ തുടർന്നെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സ്ഥിരീകരണം. തിങ്കളാഴ്ചയാണ് കുറ്റിച്ചൽ സ്വദേശി രവീന്ദ്രൻ മകൻ നൌഷാദിന്റെ മർദ്ദനമേറ്റ് മരിച്ചത്. നൌഷാദ് മദ്യലഹരിയിൽ വീട്ടിലെത്തിയത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. രവീന്ദ്രന്റെ മരണം മർദ്ദനമേറ്റതുമൂലമെന്ന് സ്ഥിരീകരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നൌഷാദ് രവീന്ദ്രനെ പിടിച്ചു തള്ളിയപ്പോൾ കട്ടിലിൽ ഇടിച്ചു വീണതാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വഴുതക്കാട് സ്വകാര്യ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ് നൌഷാദ്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഓണാഘോഷം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇരുവരും തർക്കത്തിലേർപ്പെട്ടത്. നിലത്ത് വീണ രവീന്ദ്രനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പ്രതി നൌഷാദ് റിമാൻഡിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായ മരട് SI ഗോപകുമാറിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിലെ പരാതിക്കാരനിൽ നിന്നും 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് SI പിടിയിലായത്. സംഭവത്തിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ മരട് SIയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയിട്ടുണ്ട്. തുടർ നടപടികൾക്കായി പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് കമ്മീഷണർ കുട്ടവിമലാദിത്യ അറിയിച്ചത്. റിപ്പോർട്ട് തേടിയ ശേഷം
വകുപ്പ് തല നടപടികൾ ഗോപകുമാറിനെതിരെ ഉണ്ടാകും. എന്തായാലും കഴിഞ്ഞ ദിവസം 25-ാം തീയതി അപകടത്തിൽപ്പെട്ട വാഹനം തിരികെ വാങ്ങുന്നതിനുമായി ബന്ധപ്പെട്ടാണ് ഈ പരാതിക്കാരൻ SIയെ സമീപിച്ചത്. അതേസമയം വാഹനം അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസ് ഒതുക്കി തീർക്കാൻ 10,000 രൂപ തനിക്ക് കൈക്കൂലി നൽകണമെന്നായിരുന്നു SI ആവശ്യപ്പെട്ടത്. അത് കൈക്കൂലി നൽകാതെ വാഹനം കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് പരാതിക്കാരൻ പോലീസിൽ വിജിലൻസുമായി ബന്ധപ്പെട്ടത്. തുടർന്ന് വിജിലൻസും പരാതിക്കാരനും ചേർന്ന് ഒരുക്കിയ കെണിയിൽ SI ഗോപകുമാർ വീഴുകയായിരുന്നു എന്ന് വേണം പറയാൻ. ശരിക്കും ഈ 10,000 രൂപ കൈക്കൂലി വാങ്ങുന്ന കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ SIക്കെതിരെ അല്ലെങ്കിലും മരട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നാണ് ആരോപണം. അത്തരമൊരു ആരോപണത്തിന്റെ ഭാഗമായി ഈ SIയുടെ മുൻ ഇടപാടുകളൊക്കെ പരിശോധിച്ചു വരുന്നുണ്ട്. ഇത്തരം ഇടപാടുകൾ നേരത്തെ തന്നെ SI ഗോപകുമാർ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വാഹനം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ കൈക്കൂലി അതുമായി ബന്ധപ്പെട്ടാണ് ഗോപകുമാർ കൈക്കൂലി ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. എന്തായാലും 10,000 രൂപ ഈ പരാതിക്കാരൻ 10,000 രൂപ SIക്ക് കൈമാറുന്നതിനിടയിലാണ് വിജിലൻസ് SIയെ അറസ്റ്റ് ചെയ്യുന്നതും കസ്റ്റഡിയിലെടുക്കുന്നതും അതുമായി തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതും. അങ്ങനെയാണ് എന്തായാലും സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് മരട് സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് SI പണം വാങ്ങിയത്. ഉടൻ തന്നെ വിജിലൻസ് എത്തി SIയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വേടനെതിരായ ബലാത്സംഗ കേസിൽ രണ്ടാമത്തെ പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. മൊഴിയെടുത്ത ശേഷമേ തുടർ നടപടി സാധ്യമാകൂവെന്നും കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. അതിനകത്ത് അവരുടെ റെസ്പോൺസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. വേറെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സിറ്റിയിൽ കിട്ടിയത് അത് മാത്രം. പ്രധാനമായിട്ട് നമ്മൾ ഓൺലൈൻ ഇത് പെറ്റിഷൻ വന്നത് ഓൺലൈൻ ആയിട്ടാണ്. അപ്പോൾ ഓൺലൈൻ പെറ്റിഷൻ വരുമ്പോൾ നമ്മൾ പരാതിക്കാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാനുള്ള ഒരു ആവശ്യമുണ്ട് അതിനകത്ത്. അപ്പോൾ അതിന്റെ ഒരു റിക്വയർമെന്റ് ഇതുവരെ സാറ്റിസ്ഫൈ ആയിട്ടില്ല. അതുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ വേണ്ടി ഇത് ആവശ്യമുണ്ട് നമുക്ക്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ പരാതിക്കാരിയായ സുമയ്യ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് മൊഴി നൽകി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ആരോഗ്യവകുപ്പ് വിദഗ്ധ സമിതി യോഗം ചേരും. സംഭവത്തിൽ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ ശക്തമായ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഡോക്ടർക്കെതിരെയുള്ള കേസിൽ പോലീസ് ജനറൽ ആശുപത്രിയിൽ നിന്നും ചികിത്സാ രേഖകൾ ശേഖരിച്ചു. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ 2 മിനിറ്റ്സ് VC ഒപ്പിട്ട മിനിറ്റ്സിലും സിൻഡിക്കേറ്റ് യോഗത്തിലെ മിനിറ്റ്സിലും പരസ്പര വിരുദ്ധമായാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. VC ഒപ്പിട്ട മിനിറ്റ്സിൽ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് മൂലമാണ് രജിസ്ട്രാർ ചുമതല കൈമാറിയതെന്നാണ്. എന്നാൽ സിൻഡിക്കേറ്റ് യോഗത്തിലെ മിനിറ്റ്സിൽ സസ്പെൻഷനെക്കുറിച്ച് പരാമർശമില്ല. അതിനിടെ രജിസ്ട്രാർ KS അനിൽകുമാർ വീണ്ടും അവധി അപേക്ഷ സമർപ്പിച്ചു. ഈ മാസം 20 വരെയാണ് അവധി അപേക്ഷ നൽകിയത്. പാലക്കാട് RSS നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ സ്ഫോടനം നടന്നതിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. കല്ലേക്കാട് പൊടിപ്പാറയിൽ BJP പ്രവർത്തകനായ സുരേഷിന്റെ വീട്ടിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. 24 ഇലക്ട്രിക് ഡിറ്റനേറ്റർ, അനധികൃതമായി നിർമ്മിച്ച 12 സ്ഫോടക വസ്തുക്കൾ എന്നിവയാണ് പിടികൂടിയത്. സുരേഷിനെ കൂടാതെ മറ്റ് 2 പേരും പോലീസ് കസ്റ്റഡിയിലുണ്ട്. പാലക്കാട് സ്കൂളിലെ സ്ഫോടനത്തിൽ പ്രതികൾക്ക് BJP ബന്ധമെന്ന CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. RSSകാർ നിയന്ത്രിക്കുന്നവർ പോലീസിലുണ്ട്. പിടിയിലായ പ്രതി BJP RSS പ്രവർത്തകനാണ്. RSS കേന്ദ്രങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥർ RSS നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചാൽ കാണാമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ഇത്രയധികം സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ഇതിന്റെ സാമഗ്രികളും രാസവസ്തുക്കളും എന്തിനാണ് RSSന്റെ പ്രവർത്തകർ സൂക്ഷിച്ചിട്ടുള്ളത്? അത് തന്നെയല്ലേ മൂത്താന്തറയിലും കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ മൂത്താന്തറ കേന്ദ്രീകരിച്ചും RSSന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഇത്തരം സ്ഫോടക വസ്തു നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതിന്റെ സ്ഫോടക വസ്തുക്കളുടെ സാമഗ്രികൾ ശേഖരിച്ചു വെക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും മനുഷ്യജീവനുകളെ അപകടപ്പെടുത്താനുമുള്ള തയ്യാറെടുപ്പ് RSS വ്യാപകമായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ RSSന്റെ എല്ലാ കേന്ദ്രങ്ങളിലും പോലീസ് നല്ല പരിശോധന നടത്തണം. പോലീസിലെ വളരെ ചുരുക്കം ചില ഓഫീസർമാർ ചില കാര്യങ്ങൾ മറച്ചുവെക്കാനും വഴിതിരിച്ചുവിടാനും അവരുടെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ പുറത്ത് ആ വ്യക്തിപരമായ താല്പര്യം
RSS സംരക്ഷിക്കുമെന്ന് തോന്നലിനാണ് ചില പോലീസ് ഓഫീസർമാരുടെ ഭാഗത്തുണ്ടാകുന്നത്. അതെല്ലാം ആ ഓഫീസർമാർക്ക് പോലും ഇവരെ ഇത്തരം മനുഷ്യർക്കെതിരെയുള്ള ജീവന് ഭീഷണിയാകുന്ന, ജീവനുകളെ അപകടപ്പെടുത്തുന്ന സ്ഫോടക വസ്തു നിർമ്മിക്കുന്ന RSSന്റെ ഇത്തരം പ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള ത്വര ആരുടെ ഭാഗത്തുണ്ടായാൽ അത് വലിയ പ്രയാസം അത്തരം ആളുകൾക്കുണ്ടാവും. അത് മനസ്സിലാക്കി ഇപ്പോ പോലീസിന്റെ അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ നടന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ സുരക്ഷാ ജീവനക്കാരെ മറികടന്ന് യാത്രക്കാർക്കിടയിലൂടെ ആഡംബര ബൈക്ക് അതിവേഗത്തിൽ ഓടിച്ച യുവാവ്. റെയിൽവേ പോലീസും RPF ഉദ്യോഗസ്ഥരും പിന്തുടർന്നെങ്കിലും ബൈക്ക് ഉപേക്ഷിച്ച് യുവാവ് കടന്നു. രണ്ടാം പ്ലാറ്റ്ഫോമിൽ ഇന്നലെ പുലർച്ചെ 4:40 സംഭവം. ബൈക്ക് ഓടിച്ച പെരുമ്പാവൂർ മുടിക്കൽ സ്വദേശി അജ്മലിനായി റെയിൽവേ പോലീസ് തെരച്ചിൽ തുടങ്ങി. ഇയാൾ ഒളിവിലാണ്. 4 ലക്ഷം രൂപ വിലയുള്ള BMW ബൈക്ക് കസ്റ്റഡിയിലെടുത്തു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള ചികിത്സാ നേട്ടം കൈവരിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. 17 വയസ്സുകാരൻ അമീബിക് മസ്തിഷ്ക ജ്വരം പൂർണ്ണമായി ഭേദമായി. 2 വർഷത്തിൽ കേരളത്തിൽ 86 അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകൾ റിപ്പോർട്ട് ചെയ്തെന്നും അതിൽ 21 മരണം സ്ഥിരീകരിച്ചെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൽ തന്നെ അപൂർവമായ ഒരു ചികിത്സാ നേട്ടമുണ്ടായിരിക്കുന്നു. അമീബയും ഫംഗസും ഒരേ സമയം ബ്രെയിനെ ബാധിച്ച 17 വയസ്സുകാരനായിട്ടുള്ള ഒരാൾ 3 മാസത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം പൂർണ്ണമായി സുഖമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. 2024, 25 അതുപോലെ 25, 26 ഇതുവരെ 86 കേസസ് ആണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ 2 വർഷങ്ങളിലായി 86 കേസസ്. അതിൽ നമുക്ക് 21 മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതേതാണ്ട് 23-24% മരണനിരക്ക്, മോർട്ടാലിറ്റി റേറ്റ്. ബിആർഎസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിച്ച് തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത. MLA സ്ഥാനവും കവിത രാജിവെച്ചു. വ്യക്തിപരവും രാഷ്ട്രീയവുമായ വളർച്ചയ്ക്കായി തന്റെ കുടുംബം ശിഥിലമാകാൻ ചിലർ ആഗ്രഹിക്കുന്നതായി കവിത വിമർശിച്ചു. തനിക്കെതിരെ പ്രചാരണം അഴിച്ചുവിട്ടപ്പോൾ സഹോദരൻ KT രാമറാവു പിന്തുണച്ചില്ലെന്ന ആരോപണവും കവിത ഉന്നയിച്ചു. അടുത്ത ബന്ധു കൂടിയായ മുൻമന്ത്രി T ഹരീഷ് റാവു, സന്തോഷ് കുമാർ എന്നിവർക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കവിതയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. കലേശ്വരം ജലസേചന പദ്ധതി ക്രമക്കേടിൽ അന്നത്തെ ജലസേചന മന്ത്രിയായിരുന്ന ഹരീഷ് റാവു KCRന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിച്ചുവെന്നാണ് കവിതയുടെ ആരോപണം. నేను గౌరవనీయులు పెద్దలు దైవ సమానులు కేసీఆర్ గారిని విజ్ఞప్తి చేస్తా ఉన్నా, మీకు ఒక సూచన చేస్తా ఉన్నా. దయచేసి మీ చుట్టూ ఏం జరుగుతున్నదో ఒకసారి చూసుకోండి. నన్ను ఇవాళ బయటకు పంపొచ్చు, నేను మీలాగా స్ట్రేట్ ఫార్వర్డ్ ఉంటా, నిజాలు మాట్లాడతా. నేను ఉద్యమం నేపథ్యం నుండి వచ్చిన కాబట్టి. ഇപ്പോൾ ദേവസ്വം മന്ത്രി VN വാസവൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. ലോകത്തൊരു തീർത്ഥാടന കേന്ദ്രത്തിലും ഇങ്ങനൊരു സന്ദേശമില്ല. ഭഗവാനും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ല, ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല. അവിടെ അയ്യപ്പനെ കാണാൻ വരുന്നവരെല്ലാം നമ്മൾ അയ്യപ്പന്മാരെന്നാണ് വിളിക്കുന്നത്. ആ ഒരു സന്ദേശം ഒരു വിശ്വമാനവീയരുടെയാണ്. ആ വിശ്വമാനവീയരുടെ സന്ദേശം ഒരു ലോക തീർത്ഥാടന കേന്ദ്രമാക്കി ഇതിനെ മാറ്റാൻ സഹായിക്കുന്ന സന്ദേശം കൂടിയാണ് എന്നുള്ളത് ആഗോള സംഗമത്തിന്റെ മുമ്പിൽ ഈ വിഷയം വരുമ്പോൾ അത് ഏറ്റെടുക്കുന്നൊരു ഘടകമാണ്. ആ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ എന്ന് വെച്ചാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെമിനാർ പോലെ സംഘടിപ്പിച്ച് ഈ സൗകര്യങ്ങൾ വികസനം ഉറപ്പാക്കുന്നതിനും പശ്ചാത്തല സൗകര്യം അവിടെ എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് എന്തൊക്കെയാണ് ഭാവിയിൽ വേണ്ടത്, എന്തൊക്കെ പോരായ്മകളുണ്ട്, പുതിയ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അതെല്ലാം അവരോട് കൃത്യമായി ഓരോ എത്തുന്ന ഡെലിഗേഷനോടും ഓരോ സംഘത്തോടും എഴുതി വാങ്ങിച്ച് അതിന്റെ കമ്മിറ്റി രൂപം കൊടുത്ത് അവസാനം അത് നടപ്പിലാക്കലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിന്റെ ഉള്ളടക്കമാണ്. അതിനെ മറ്റു രൂപത്തിൽ രാഷ്ട്രീയമായിട്ടോ മറ്റു വിഭാഗമായിട്ടോ ഒന്നും കാണേണ്ടതില്ല.
അത്തരം വിവാദത്തിന്റെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ഉള്ളടക്കം എന്ന കാര്യമാണ് എടുത്തു പറയാനുള്ളത്. ഈ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം എന്ന് പറയുമ്പോഴും വിശിഷ്ടാതികളെ ക്ഷണിക്കാൻ പോകുന്നത് അങ്ങോട്ടുള്ള മന്ത്രിമാരാണ്. കേരള സഭ ആളുകളെ ക്ഷണിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രതിപക്ഷവും BJP ഒക്കെ ചോദിക്കുന്നത്? അല്ല, അവർ ചോദിക്കുന്ന സഹായം അഭ്യർത്ഥിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായി ഒരു മതനിരപേക്ഷ ഗവൺമെന്റിന് ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനത്തിൽ സഹായിച്ചു കൊടുക്കണം. ഈ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റ് സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ച് നമ്മൾ കൊടുക്കണ്ടേ? അതൊരു മതനിരപേക്ഷ ഗവൺമെന്റ് ചുമതലയല്ലേ? ആ തരത്തിൽ നമ്മളിപ്പോൾ ക്ഷണിക്കാൻ പോയത്, ഒരു മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാധാരണ ഒരാൾ ചെന്ന് ക്ഷണിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അനവസ്ഥയുണ്ടല്ലോ, അത് മാറിയിട്ട് സ്വാഭാവികമായി ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള രൂപത്തിൽ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിക്കുമ്പോൾ ആ കാര്യത്തിൽ പോകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ നിലയ്ക്ക് ബഹുമാനായ മുഖ്യമന്ത്രി അവിടെ പോയി കാണുകയും അദ്ദേഹം തന്നെ സ്വാഗതം ചെയ്യുകയും ഞാനിത് പറഞ്ഞു തീർന്നിട്ട് അപ്പോൾ അത്തരത്തിൽ അത് മുഖവിലേക്ക് എടുക്കുകയും അവരുടെ എല്ലാ സഹകരണവും ഉറപ്പാക്കുകയും 2 മന്ത്രിമാരെ അദ്ദേഹം അയക്കുമെന്ന് ഇപ്പോൾ മെസ്സേജ് തിരിച്ചു തരികയും ചെയ്തു. അവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ശേഖർ ബാബുജി, അതേപോലെ തന്നെ IT വകുപ്പ് മന്ത്രി പളനിവേലിനെ അയക്കുമെന്നുള്ള സന്ദേശവും തന്നു. അപ്പോൾ ആ തരത്തിൽ ഗൗരവത്തോടുകൂടി ആ വിഷയം എടുത്തതുകൊണ്ടാണ് അങ്ങനെ രൂപത്തിലേക്ക് വന്നത്. കൃത്യമായി ദേവസ്വം കമ്മീഷൻ ഞങ്ങളെല്ലാം ഉൾപ്പെടെയാണ് പോയത്, ഞാൻ ഒറ്റയ്ക്കല്ല പോയത്. അതിൽ ബന്ധപ്പെട്ട ദേവസ്വം വകുപ്പിന്റെ ഉദ്യോഗസ്ഥ പ്രമുഖരും സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് അതിനകത്ത് വേറെ തെറ്റായ ഒരു വ്യാഖ്യാനം വരാനില്ല. സർക്കാരിന്റെ ശബരിമലയോടുള്ള നിലപാടെന്താണ്? യുവതീ പ്രവേശ വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥമാണെന്ന് പറഞ്ഞ സർക്കാരാണ്. ആ യുവതീ പ്രവേശം നടപ്പാക്കുക എന്ന് പറയുന്നത് ഭക്തരുടെ വികാരത്തിന് വിരുദ്ധമാണ്. ഭക്തരുടെ വികാരത്തിനൊപ്പം നിൽക്കുമെന്ന് പറയുമ്പോൾ അതിനുള്ളിലെ നിലപാടെന്താണ്? 2, അന്ന് എടുത്ത കേസുകൾ പോലും പിൻവലിക്കാൻ ഇപ്പോഴും അയ്യപ്പ ഭക്തരെ ദ്രോഹിക്കുകയാണ് സർക്കാർ എന്നാണ് പ്രതിപക്ഷമാർ. അവരുടെ ചോദ്യം ഇതാണ്. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അവർ ചോദിക്കട്ടെ. ഇപ്പൊ ഏതായിരുന്നാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ച ചെയ്യുന്ന പ്രശ്നം വികസനത്തിന്റേതാണ്. മറ്റേ വിഷയം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ അയക്കുന്ന വിഷയമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ കയറി ഇപ്പോൾ കമന്റ് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, സബ് ജുഡീസായി മാറും. അത് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഇവിടെ ചർച്ചയില്ല, അങ്ങനെ ഒരു രൂപത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുമില്ല. അത് വിവാദമാക്കേണ്ട ഒരു പ്രശ്നവും ഇപ്പം ഇല്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ അയക്കുന്ന പ്രശ്നങ്ങളാണ്. അത് പിന്നീട് സർക്കാർ നിലപാടെന്താണെന്ന് കോടതി പറയുന്നതനുസരിച്ച് സത്യവാങ്മൂലം കൊടുക്കാൻ പറയാം. അപ്പോൾ കൂടി ആലോചിച്ച് ആ കാര്യത്തിൽ പറയും. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിവാദം ഉണ്ടാക്കിയെടുത്ത് ഇതിനെ തെറ്റായ വഴിക്ക് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു നിയമത്തിന്റെ ഭാഗമാണ് ആ ചർച്ച അവർ ഓപ്പൺ ചെയ്തത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വികസന യാഥാർത്ഥ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനം മറ്റൊരു രൂപത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ കഴിയുമെന്നാണ് ആ വാദത്തിന്റെ മുമ്പിലും ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ എല്ലാം ഉള്ളടക്കം. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരോടെല്ലാം വിനയപൂർവ്വം ആഗോള അയ്യപ്പ സംഗമത്തിൽ വിവാദം കാണേണ്ട, അത് വികസനമാണ് അതിൽ ചർച്ചയാകേണ്ടതെന്നാണ് മന്ത്രി VN വാസവൻ പറഞ്ഞത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.